വൺ ഈസ് തുമ്പി. ഇവളാണ് വൃന്ദയെന്ന് പറയുന്നവൾ. ഇവൾ ഇങ്ങനെ പൊണ്ണിച്ചിരിക്കുന്ന പോലെ നമ്മളെയും പൊണ്ണിച്ചിങ്ങനെ ആക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് അടിച്ച് ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ചിട്ട് ആക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ എന്താണ് വണ്ണിച്ച് വീർത്തിരിക്കുന്നു എന്നുള്ളത് വരുത്താൻ വേണ്ടിയിട്ട് കേട്ടില്ലേ. അവളാണെന്ന് ഇങ്ങനെ ആൾമാറാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആൾമാറാട്ടം നടത്താൻ വേണ്ടിയിട്ടാണിത്. ഇവൾ ഇങ്ങനെ പൊണ്ണിച്ചിരിക്കുന്ന പോലെ നമ്മളെയും പൊണ്ണിപ്പിക്കുന്നത് ആൾമാറാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇംപെർസോണേഷൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. കഥകളുണ്ടാക്കുക നമ്മളെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ടാണ് ഇവളിത് ചെയ്യുന്നത്. ഇവളുടെ അത്ര ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ചിട്ട്. നമ്മളത്ര വലിയ കഴിക്കുന്നൊന്നും ആളല്ല. ഇവിടെ കണ്ടാലറിയാം ഞങ്ങളെന്തോ കഴിക്കുന്നതെന്നൊക്കെ. അല്ലാതെ ഇങ്ങനെ വലിയ ഓവറായിട്ട് കയറി ഇതുപോലെ തടിക്കാൻ ഇവിടെ എന്തുവാ പൊരിച്ച കോഴിയും ഒന്നും കഴിക്കുന്നില്ല. മനസ്സിലായില്ലേ? സാധാരണ ഫുഡാണ്. പൊരിച്ച കോഴിയൊന്നും ഞങ്ങൾ കഴിക്കുന്നില്ല. സെപ്റ്റംബർ ഓണത്തിന് വാങ്ങിച്ചതാണ് കോഴിയൊക്കെ, പിന്നെ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അത്ര വലിയ അങ്ങ് പൊണ്ണിക്കാനൊന്നുമില്ല. ഒത്തിരി വണ്ണം വയ്ക്കാനോ ഒന്നുമില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കള്ളക്കഥകളുണ്ടാക്കുക, ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുക, നമ്മളെ പല രീതിയിൽ ഇതിന് ഇങ്ങനെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജോലി കളയുക. നമ്മൾ എൻ്റെ കയ്യിൽ എല്ലാത്തിനെയും തെളിവിരിപ്പുണ്ട്. എന്തൊക്കെ ജോലി നമ്മൾ ചെയ്തു, നമ്മളെ 1-2 മാസമാകുമ്പം അവിടുന്ന് ഇതാക്കുക ഇവർ പറഞ്ഞിട്ട്. അതിനെല്ലാം നമുക്ക് നല്ല ഇതായിട്ടുള്ള ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകിന് വരുന്നതിനും എല്ലാം. പിന്നെ ഡൽഹിയിൽ നമ്മൾ പോയി. ഇവിടുന്ന് അത്രയ്ക്ക് ഇത് ആയതുകൊണ്ട് നമ്മുടെ 5 CCTV ക്യാമറ അടിച്ച് പൊട്ടിച്ച് ഇവിടെ താമസിക്കുമ്പം ഒരു കുട്ടനെന്ന് പറയുന്ന അപ്പുറത്തെ ഒരു വീട്ടിലൊരവനുണ്ട്. അവൻ്റെ മോൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട്, രാത്രിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കുക. ഞാനന്ന് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവരും രാജമ്മയും പിന്നെ കുറച്ച് എൻ്റെ അമ്മയുടെ വീട്ടുകാർ, അവർ നല്ല ഏറ്റവും മുൻ പന്തിയിലാണിവർ. എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലെന്നാണ് ഭാവിക്കുന്നത്, എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും. അപ്പോൾ ഇവർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സാരി വാങ്ങിച്ചാൽ അതുടനെ ഈ രാജമ്മയും പ്രീതയെന്ന് പറയുന്നവളും കൂടെ അങ്ങ് വാങ്ങിക്കും എൻ്റെ കയ്യിൽ നിന്ന്. നമ്മളതൊന്നും ഉടുക്കരുത്. അതിനൊക്കെ എൻ്റെ കയ്യിൽ നല്ല ഒന്നാന്തരമായിട്ട് തെളിവുണ്ട്. മനസ്സിലായില്ലേ? ഞാനത് ഉടുക്കാതിരിക്കാൻ വേണ്ടി വാങ്ങിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവളുടെ എൻ്റെ സിസ്റ്ററാണ് അവൾ വലിയ നമ്പർ 1 നമുക്കെതിരാണ്. അവൾക്ക് ഇതെല്ലാം വേണം. അപ്പം അവളുടെ കല്യാണം വന്നപ്പം എനിക്കൊരു സാരി വാങ്ങിച്ചപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു മെറൂൺ റെഡും ഒരു ബ്ലാക്ക് ബോർഡറുമായിട്ടുള്ള നല്ലൊരു സാരി വാങ്ങിച്ചപ്പം ഇവൻ ബിജു പി എന്ന് പറയുന്നവൻ അത് ഉടുക്കാൻ പറ്റത്തില്ല. വേറൊരു ഓറഞ്ചും ബ്രൗണും ആയിട്ടുള്ള ഒരു പന്ന കോമ്പിനേഷനുള്ള ഒരു സാരി എനിക്കിഷ്ടപ്പെട്ടില്ല, വാങ്ങിച്ചു. എന്നിട്ട് അത് വാങ്ങണം. ഞാനപ്പോൾ വാങ്ങിയില്ല. അപ്പോൾ പ്രീതയെന്ന് പറയുന്നവർ ഇത് വാങ്ങി. കേട്ടില്ലയോ? എൻ്റെ ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാരി വാങ്ങിച്ചാൽ പോരെ, അവൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ബിജു പി എന്ന് പറയുന്നവൻ അന്ന് എൻ്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്നവനാണ്. ഇപ്പോൾ നമ്മൾ അവനെ ഡിവോഴ്സ് ചെയ്തു. അപ്പോൾ ഞാനിത് അവൻ പറഞ്ഞത് വാങ്ങിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ടത് വാങ്ങിച്ചു. എന്നിട്ട് ഇവൻ തിരുവല്ല കരിക്കിനേത്ത് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇവിടെ വരുന്നവരെ ഇവൻ എന്നെ ചീത്ത വിളിച്ചു. ഈ തിരുവല്ല കരിക്കിനേത്തുനിന്ന് ഓലകെട്ടിയമ്പലം, നിങ്ങൾക്കറിയാം ഏകദേശം എത്ര കിലോമീറ്ററുകൾ വരുമെന്നുള്ളത്. മോർ ദാൻ 20-25 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ വരെ വരുന്നവരെ അവൻ ചീത്ത വിളിച്ചു. അന്ന് ഇത്ര വലിയൊരു മൊബൈൽ ഫോൺ പ്രചാരമൊന്നും ആയില്ല. 2008 കാര്യങ്ങൾ. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, രാജമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്റർ, ഇവരൊക്കെ വന്നിട്ട് ഈ സാരിയാണോ മോള് സെലക്ട് ഉടുക്കാൻ ഇതാക്കിയത്, എന്നിട്ട് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതെല്ലാം ഭയങ്കര ഡിസ്കഷനാണ്. നമ്മളറിയാതുള്ള പല ഡിസ്കഷൻസാണ് നമ്മളെക്കുറിച്ച്. നമ്മളിതൊന്നും ആരെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവർ ഏത് സാരി വാങ്ങിച്ചു അവിടെ നമ്മളിതൊന്നും തിരക്കുന്ന ഒരാളല്ല. അപ്പം ഇതെല്ലാം അന്നൊന്നും പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കുന്ന സാരിയെല്ലാം ഈ പ്രീത എന്ന് പറയുന്ന അവളുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഡ്രസ്സ് ഈ ബിജു പി എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി തിളങ്ങുന്ന തുണി ഉടുത്താൽ ഇത് തിളങ്ങുന്നു ഇത് തിളങ്ങുന്നു. പിന്നെ വേറൊരു മെറൂൺ വിത്ത് വേറൊരു നല്ലൊരു ഷെയ്ഡുള്ള ഒരു പ്രത്യേകത ആർക്കും ഇല്ലാത്തൊരു കളറും മെറ്റീരിയലും ഒക്കെ ആയിരുന്നത്. അന്നേരം ആ ഷെയ്ഡ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു.
അത് ചുരിദാർ തയ്പ്പിച്ചു. എന്നിട്ട് അത് നമ്മളിട്ടപ്പം സഡൻലി അത് കാണാതെ പോയി. നമ്മളിപ്പം ഇവൻ്റെ വീട്ടിൽ വെച്ചെങ്ങും അധികം പോകാത്തതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. ആ വീട് ഫുൾ അരിച്ചു പെറുക്കി. അതുപോലെ എൻ്റെ മകൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചതും നല്ലൊരു ഡ്രസ്സ്, അതിനകത്തും ആ ഡ്രസ്സും കാണുന്നില്ല. നല്ല ഒരെണ്ണം. അപ്പം ഇത് രണ്ടും കാണുന്നില്ല. അവിടെ വീട് മുഴുവൻ അരിച്ചു പെറുക്കി, ഒരു സ്ഥലവും ഇല്ലാതെ അരിച്ച് പെറുക്കി, കിട്ടിയില്ല. പിന്നെ എൻ്റെ ഡിവോഴ്സ് 2019 കഴിഞ്ഞത്, January 23 ഫാമിലി കോടതി മാവേലിക്കര വഴി. അന്ന് ഇവർ ഈ പെട്ടി നമ്മുടെ തുണിയും ഒക്കെ ഇങ്ങ് തന്നു വിട്ടപ്പോൾ ഇതിനകത്തുനിന്ന് ഇരിക്കുന്ന ആ പെട്ടിയിലൊക്കെ നമ്മൾ അരിച്ചു പെറുക്കിയതാണ്, ആ പെട്ടിക്കകത്ത് ഈ ഡ്രസ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ എവിടെയാണ് കൊണ്ട് പാത്തു വെച്ചത്, ഇവൻ എവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ചോണം. എവിടെയാണെന്ന് നമ്മൾ ആ വീട് ഫുൾ അരിച്ചു പെറുക്കിയിട്ട് കിട്ടാത്ത സാധനം, ആ പെട്ടിയെല്ലാം നോക്കിയതാണ്, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ ആ ഡ്രസ്സ് അതിനകത്തിരിക്കുന്നു. അപ്പോഴേ നമുക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ, ചില കാരണങ്ങൾ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ നല്ല ഡ്രസ്സ് ഇടരുത്, അങ്ങനെ പല ഇൻറ്റൻഷൻസാണ് ഇവർക്ക്. ഇതെല്ലാം ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയെങ്കിലും വക വരുത്തണം. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, വെമ്പായം, നമുക്കൊരു ഇരട്ടപ്പേരിട്ടതാണ്. ജലജയെന്ന് പറയുന്നവളുടെ ഏറ്റവും എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഒരു അനിയത്തിയുടെ ഭർത്താവാണ്. അപ്പോൾ ഞാൻ നല്ല കൊച്ചായിരിക്കുമ്പോൾ നന്നായി കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന, നല്ലപോലെ കഴിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവൻ എന്നെ വിളിക്കുന്നത്, ഈ ജലജ എന്ന് പറയുന്ന അവിടെ ഭർത്താവ് ഒരുത്തനുണ്ട്, സോമൻ എന്നാണ് അവൻ്റെ പേര്, അവൻ വിളിക്കുന്നത് വെമ്പായം എന്നൊക്കെയുള്ളൊരു പേരിട്ട് വിളിക്കുക ഒക്കെയായിരുന്നു. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്നും ഒരു വണ്ണമായിരുന്നു, മനസ്സിലായില്ലേ? എന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നഴ്സറിയിൽ പഠിച്ചപ്പോൾ ഇട്ട ഡ്രസ്സ് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഷർട്ട്, യൂണിഫോമിൻ്റെ ഷർട്ട്, അതെങ്ങനെ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് അത്രയേ ഉള്ളൂ വണ്ണം സത്യത്തിൽ, ഇപ്പോഴും അതെ. പക്ഷേ ഇവരിങ്ങനെ നമ്മളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കലാണ് ഇവരുടെ ജോലി, മനസ്സിലായില്ലേ? ബ്ലോട്ടിംഗ് ഗ്യാസ്. എന്നിട്ട് ഇത് ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ചാൽ നമ്മൾ ഉടനെ വീർക്കും, നമ്മുടെ നെഞ്ച് ടൈറ്റാക്കുക. പിന്നെ നമ്മളെ എങ്ങനെയെങ്കിലും വക വരുത്തണം. എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി എല്ലാം എനിക്കുണ്ട്. 10th എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എത്ര വയസ്സുണ്ടെന്നൊക്കെ ഉള്ളത്. ഇവരെന്തോ നമ്മളങ്ങ് 70 വയസ്സ് ചെന്ന പോലെ 80 വയസ്സ് ചെന്ന പോലെയൊക്കെയുള്ള എന്തോ ഒരു എനിക്കങ്ങ് പ്രായമായെന്നാണ് ഇവരുടെ കള്ളത്തരങ്ങൾ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഓരോരോ വേലത്തരങ്ങൾ. എന്തോ നമ്മളങ്ങ് ചാവാറായിരിക്കുക, നമ്മളെ കൊന്നിട്ട് ഇവൻ ഇതെല്ലാം എടുക്കണം എന്നുള്ളതാണ് ഇവൻ്റെ ഉദ്ദേശം. നമ്മളെ എങ്ങനെയെങ്കിലും വക വരുത്തിയിട്ട് എൻ്റെ സ്വത്ത് 146 സെൻറ്റ് സ്ഥലവും എൻ്റെ ഈ വീടും കൈക്കലാക്കണം. അതിന് കുറേ അവന്മാർ ഇവിടെ ഉണ്ട്. ഈ തുമ്പി എന്ന് പറയുന്നവളുടെ അമ്മായിയപ്പൻ, അയാൾ ചത്തുപോയത് യഥാർത്ഥ അമ്മായിയപ്പൻ. പിന്നെ വേറൊരുത്തനുണ്ട്, ഒരു സോമരാജൻ എന്ന് പറയുന്നവൻ, അവനും ഒരു ശ്രീലത എന്ന് പറയുന്നവളും, ഈ ബിജു പി, പ്രീതായസ് പണിക്കർ, പിന്നെ ഒരു സൽപ്പകവല്ലി അവളുടെ ഹസ്ബൻഡ്, സൽപ്പകവല്ലിയും പിന്നെ അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു സുബ്രഹ്മണ്യൻ, അവനൊരു മലപ്പുറത്തുകാരനാണ്, വെറും 3rd rate. അപ്പം അവനും എല്ലാം കൂടെയാണ് ഇതിനെതിരെ. അപ്പം നമുക്കെതിരെ ഇങ്ങനെ ഭയങ്കര പ്രവർത്തനമാണ്. എൻ്റെ 5 CCTV ക്യാമറയാണ് ഇവരന്മാർ അടിച്ചു പൊട്ടിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ 5 CCTV ക്യാമറ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഞാൻ കാണിച്ചു തരാം അതൊക്കെ. അപ്പം ഇതൊക്കെ ഇവർ അടിച്ചു പൊട്ടിച്ച് പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുക, അങ്ങ് നടക്കുക നമ്മളോട് ഉപദ്രവമായിട്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഇവിടെ ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ക്രിമിനൽസ് വന്ന് തല്ലി പൊട്ടിച്ചതാണ്, പൊട്ടിച്ച് കളഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ CCTV ക്യാമറ വന്ന് അടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, ഇല്ലാത്തതല്ല, മനസ്സിലായില്ലേ? ഇപ്പം ഞാനിവിടെ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയായിരുന്നു പണ്ട് 2, ഇതാണ് 1, ഇവിടെയായിരുന്നു ഒരെണ്ണം, കണ്ടില്ലേ? പൊട്ടിച്ചതാണ് കേട്ടോ. ഗൂണ്ടകളുടെ വിളയാട്ടം ഇവിടെ. ഇവന്മാർക്ക് എന്തും അങ്ങ് നോക്കും. അത് എന്നിട്ട് ഇവൻ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി, ഈ എൻ്റെ അമ്മയെന്ന് പറയുന്നവർ, ഈ പ്രീതയെന്ന് പറയുന്നവരും ഒക്കെ കൂടെ. എന്നിട്ട് ഈ സുബ്രഹ്മണ്യൻ്റെ മോൻ രാത്രിയിൽ ഇങ്ങനെ
ഇതുവഴി പോയി തിരിച്ചു പോകും. എന്നിട്ട് എന്തോ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ വരുന്നെന്നാണ് രാത്രി കഥ. പിന്നെ അതുപോലെ ഞാനിവിടെ ഫ്രണ്ടിലിങ്ങനെ മുറ്റം അടിക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നാൽ ഇവൻ അന്ന് ഇതില്ല, ഈ ഫെൻസിങ് ഇല്ല. അപ്പം അടിക്കാൻ ഇവിടെ ഇറങ്ങി നിന്ന് മുറ്റം അടിക്കാൻ വന്നാൽ അവനവിടെ വന്ന് മൂലയ്ക്ക് ഇങ്ങനെ മതിലും ചാരി നിൽക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുക്ക നിൽക്കുന്നതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഉദ്ദേശങ്ങൾ. അങ്ങനെ പല ഇതാണ്, അങ്ങനെ കഥകളുണ്ടാക്കുക. പിന്നെ സുബ്രഹ്മണ്യൻ ചോദിക്കുന്നതാണ്, ഓൺലൈൻ ആരോടാണ് ഇരിക്കുന്നത്, ഓൺലൈൻ ഇരിക്കുന്നത് എന്തുവാണ്, ഓൺലൈൻ ഇങ്ങനെയാണ് കഥകളുണ്ടാക്കുന്നത്, ഓൺലൈൻ കഥകൾ. എന്നിട്ട് ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എന്നും രാത്രി 7 മണിയാകുമ്പോൾ അങ്ങ് തുടങ്ങും അവൻ്റെ പൂരപ്പാട്ട്. ഇവൻ്റെ പൂരപ്പാട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവൻ എന്തുമാത്രം പൂരപ്പാട്ടാണ് പാടുന്നതെന്നുള്ളത്. ഇവരങ്ങ് തുടങ്ങുമെന്ന് വെച്ച് ഞാൻ വസ്തു എഴുതി വെച്ചിരിക്കുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പം, രാവിലെ അല്ല രാത്രിയിൽ എല്ലാവരും പോകുമല്ലോ അവനവൻ്റെ വീട്ടിലൊക്കെ. അപ്പം പിന്നെ അധികം പേരെന്ത് ഇത് കേൾക്കത്തില്ല, ഇവൻ്റെ ഗുസ്തി പിടുത്തോന്നും. അവനങ്ങ് തുടങ്ങും. എന്നിട്ട് പിന്നെ തുടങ്ങി ഇങ്ങനെയെല്ലാം കഥകളുണ്ടാക്കുക. ഞാൻ ആർക്കോ വസ്തു എഴുതി വെച്ചു, പിന്നെ എന്തൊക്കെയുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി വസ്തു എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ ഞാൻ ആർക്കോ വസ്തു എഴുതിയെന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണമല്ല അന്നേരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് മാവേലിക്കരയിൽ ഇരിക്കുക കേട്ടോ. എനിക്കറിയാം ഇവന്മാരിത് പലതും ചെയ്യുമെന്നുള്ളത്, ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നുള്ളത്. അങ്ങനെ അത്തരം ക്രിമിനൽസാണ് ഇവരെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് വെച്ചു, ഡോക്യുമെൻസിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് ഇവന്മാരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് സന്തുലയെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നിന്ന് കുറേ പോലീസുകാരെ കൊണ്ടൊക്കെ ആദ്യം വന്നു നമ്മളെ പിടിച്ചുകൊണ്ടൊക്കെ പോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടാനും അപ്പോൾ ഇവിടെയൊക്കെ കയറാനും കഥകളുണ്ടാക്കാനും ഒക്കെ വന്നപ്പം പോലീസുകാർ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി അതിനങ്ങും ഒരു കുഴപ്പമില്ല. ഇവർ വരുമ്പോഴെല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്നു, കുറേ അലവലാദികൾ വന്നിങ്ങനെ വെളിയിൽ നിൽക്കുന്നത് അവർക്ക് കാണാം. അപ്പം അവർക്ക് തന്നെ മനസ്സിലായി ഇവർക്കല്ല കുഴപ്പം, ഈ കൊണ്ടുവരുന്നവർക്കാണ് കുഴപ്പമെന്നുള്ളത്. ഇവന്മാർക്കാണ് ഈ കുഴപ്പമെന്ന് കുറേ എണ്ണം നമുക്ക് എതിരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ വന്നേച്ച് അവരുടെ വാട്ടിനങ്ങ് പോകും തിരിച്ച്. ഇവന്മാർക്ക് നല്ല ഡോസ് കൊടുത്തേച്ച് പോകും. നീ എന്താടാ ഇപ്പോൾ ഈ സിജി എന്ന് പറയുന്നവൻ അവൻ്റെ വഴി നിൽക്കുന്നത്, നീ എന്താടാ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തുവാ അവൻ നിൻ്റെ വഴിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കി, ഈ പേരയുടെ കീഴത്ത് വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ, നീ വഴിയെ നടന്നു പോടാ, അല്ലാതെ നീ ഇവിടെ വന്ന് കീഴിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നീ നിൻ്റെ വീട്ടിൽ പോടാ പറഞ്ഞ് ചാടിച്ചവനെ. അതുപോലെ കുറേ എണ്ണം കയറി അകത്ത് കുറേ SC ST ഒക്കെ വന്ന് നിൽക്കുക, ഹരിജനം. നമുക്ക് SC ST എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അസുഖം കൊണ്ട് വരുന്നവരെ നമ്മൾ അങ്ങനെ തന്നെ പറയും. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെവിടുത്തെയാണ്, നിങ്ങളാരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത്, ഇറങ്ങടാ വെളിയിലെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം ഇറക്കി നമ്മുടെ ഈ കോമ്പൗണ്ടിൽ നിന്ന്. അങ്ങനെ കുറേ എണ്ണം ഗൂണ്ടകളിങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇതൊന്നും പോലീസൊന്നും ഇടത്തില്ലെന്നറിഞ്ഞപ്പം ഏതാണ്ടൊരു ഒരു സന്തുല എന്ന് പറയുന്നൊരു ഗൂണ്ടകളുടെ ആശുപത്രിയുണ്ട്, ഒരു എഡ്വേർഡ് ജോർജ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഹോസ്പിറ്റലിനെതിരെ ഇഷ്ടം പോലെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അവരെ റിലീസ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണ് അവൻ്റേത്. എഡ്വേർഡ് ജോർജാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. അപ്പോൾ അവൻ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും, മാപ്പിളയാണ്, ക്രിസ്ത്യാനി, അറിയാമല്ലോ ചില ക്രിസ്ത്യാനികളെ. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കുറേ ഗൂണ്ടകളെ വിട്ട് കാറയിൽ വിട്ട് നമ്മളെ അകത്ത് നമ്മുടെ വീടടിച്ച് പൊളിച്ച്, ഈ കുട്ടനെന്ന് പറയുന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു വേറൊരുത്തനുണ്ട്, അയാൾ ചെറുട്ടത്തറ എന്നാണ് വീട്ടുപേര്. ഇതിൻ്റെ ഓപ്പോസിറ്റിലാണ് അവൻ്റെ ഒരു ബന്ധു വീട്, അയാൾ ശശി എന്നാണ് അയാളുടെ പേര്. അയാളും കൂടെ വന്ന് ചുറ്റികയ്ക്ക് നമ്മുടെ ഡോർ അടിച്ച് പൊട്ടിച്ച് അകത്ത് കയറി നമ്മളെ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കഥയുണ്ടാക്കാനിരുന്ന് ഞാൻ ആർക്കോ എൻ്റെ പ്രമാണമൊക്കെ വെച്ച് ഞാനങ്ങ് പൈസയൊക്കെ എടുത്ത് ഞാനങ്ങ് അടിച്ച് പൊളിച്ച് തിന്ന് പിന്നെ എനിക്കങ്ങ് വട്ടായി. അങ്ങനെ ഇതെല്ലാം അങ്ങനെയൊക്കെ ആക്കി നമ്മളെ അങ്ങ് ശരിയാക്കി നമ്മുടെ വസ്തുവും വകയൊക്കെ അടിച്ച് മാറ്റാമെന്നുള്ളതായിരുന്നു ഇവൻ്റെയൊക്കെ ഉദ്ദേശം. പക്ഷെ കയറിയപ്പം പ്രമാണം വല്ലതും കിട്ടിയോ? ഇവിടെ ഒന്നും പ്രമാണമില്ല. പ്രമാണമൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നല്ല ഒന്നാന്തര സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുമല്ലോ, ഇവന്മാർക്ക് കിട്ടിയില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അജേഷ് ഇന്നവൻ ജീവിച്ചിരിപ്പില്ല. അവൻ സ്വയമല്ല, അവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതെന്നാണ് ആൾക്കാർ പറയുന്നത്. അതും ഞാൻ ഇട്ടിട്ടുണ്ട്. അവൻ എന്തായാലും തല്ലിക്കൊന്ന് അവനെ കെട്ടിത്തൂക്കി, കർമ്മ. അപ്പോൾ ഇവൻ വന്ന് ഇവിടെ ഇരുന്ന് എൻ്റെ ഒരു പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് കഥയുണ്ടാക്കി ഞാൻ 5000 രൂപയ്ക്ക് പാസ്പോർട്ട് വെച്ച് 5000 രൂപയ്ക്ക് വേണ്ടി പാസ്പോർട്ട് വെച്ചെന്നാക്കി കഥ.
എന്നിട്ട് അവസാനം പോലീസുകാർ ഞാൻ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ പോലീസുകാർ പാസ്പോർട്ട് വാങ്ങിച്ചു തന്നു. ഞങ്ങൾ 5000 രൂപയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല ഞാൻ കേട്ടോ. അപ്പോൾ കേട്ടവർക്കൊക്കെ ചിരിയാണ്. ഇന്ത്യയിലെ പാസ്പോർട്ട് ഇന്ത്യയെ വെച്ച് ആര് പൈസ തരുമെന്ന്. ശരിയല്ലേ? ഇന്ത്യയിലെ പാസ്പോർട്ട് എവിടെയെങ്കിലും വാല്യൂ ഉണ്ടോ ഇന്ത്യയിലെ പാസ്പോർട്ടിന്? ഞാൻ പാസ്പോർട്ട് വെച്ചാൽ എനിക്ക് 5000 രൂപ തരുമെന്ന് തന്നെ ആരെങ്കിലും തരുമോ? അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അന്ന് എൻ്റെ ബാങ്കിനകത്ത് എത്ര രൂപയുണ്ടെന്നും എൻ്റെ ബാഗിലെ പോട്ടെ ബാങ്കിനകത്ത് എത്ര രൂപയുണ്ടെന്നുള്ളതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ 5000 പാസ്പോർട്ട് വെച്ച് 5000 രൂപ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നുള്ളത് തെളിയിക്കാൻ നമുക്കത് മതി. മനസ്സിലായില്ലയോ? അപ്പോൾ അത് പൊളിഞ്ഞ് എന്നിട്ട് പിന്നെ ഭയങ്കര കഥകളൊക്കെ ഉണ്ടാക്കല്ല. ഇവൻ്റെ കൂട്ടച്ചാരെന്ന് പറയുന്നവൻ അവൻ്റെ മോതിരം കൊണ്ടുപോയി അജേഷ്. ഇതൊക്കെ വലിയ കഥകളാണ് ഇവൻ്റെ എല്ലാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കഥകളാണ് ഇവന്മാരുടെ. ഇങ്ങനെ കുറേ കഥകളുണ്ടാക്കി നടക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇപ്പോഴും ഇങ്ങനെ കഥകളുണ്ടാക്കുക. നമുക്ക് ഒരു പാർട്ട്ണറുണ്ട് ഇപ്പോൾ. എൻ്റെ പ്രമാണമെല്ലാം ഞാൻ ഡൽഹിയിൽ വെച്ചിരിക്കുകയാണ്. ആളുടെ പേര് മുകേഷ് എന്നാണ് ഒഫീഷ്യൽ നെയിം. മുകേഷ് കുമാർ അഡ്വക്കേറ്റാണ്, ഞാനും അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ആ ആൾ വന്നാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല, എൻ്റെ വസ്തുവും പവയൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹാലിളകി നടക്കുകയാണ്, കഥകളുണ്ടാക്കുകയാണ്. നമ്മൾ ആരെയോ കെട്ടി ഓൺലൈൻ കെട്ടി അതുപോലെ തന്നെ മുക്കുമോ എവിടോട്ടെങ്കിലും പോയാൽ ഏതോ ആളുകൾ പെണ്ണുങ്ങളെ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകളുണ്ടാക്കല ജോലി. പക്ഷേ പോകുന്നിടത്തെ ലൊക്കേഷനും എല്ലാം ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെതും ഇത് ഫുള്ള് ഞാൻ എൻ്റെ വീട്ടിലാണെന്നും ഇവിടെ ആരും വരുന്നില്ലെന്നുള്ളതും എല്ലാം ഈ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും നല്ലപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറയും കഥകൾ വെറും പൊട്ടക്കഥകളാണെന്നുള്ളതിന്. പിന്നെ ഒരു സുബ്രഹ്മണ്യനും അവൻ്റെ പെണ്ണുപിള്ളയും ഗർഭക്കഥകളുണ്ടാക്കലാണ് ജോലി. ഇങ്ങനെ എന്തുവാ ഇതുവഴി പോവുക, എന്നിട്ട് എനിക്കെന്തോ ഗർഭം ഉണ്ടായി, അപ്പം അവളെ ഏതാണ്ട് യാക്കം തീർക്കാൻ, ഗർഭിണികളുടെ യാക്കം തീർക്കാൻ ഏതാണ്ടെല്ലാം പൊതിഞ്ഞു കെട്ടി പോകുന്ന പോലെ ഇവളിങ്ങനെ പോവുക. ഇങ്ങോട്ടല്ല വരുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഇപ്പോൾ സദാനന്ദ മന്ദിരത്തില്ല. നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഇവിടെ ഒരു പ്ലാമൂട്ടിലെ മനു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ മുന്നിലായിരുന്നു ഇതെല്ലാം നടക്കുന്നത്. ഇപ്പോൾ അവിടോട്ടില്ല. ഇപ്പോൾ ഇവിടെ സദാനന്ദ മന്ദിരത്തിലെ വീട്ടിലോട്ടാണ് ഇങ്ങനെ എന്നുവെച്ചാൽ എൻ്റെ നമ്പർ 1 ശത്രു, എൻ്റെ അച്ഛൻ്റെയും നമ്പർ 1 ശത്രു. എൻ്റെ അച്ഛൻ്റെ കാലം മുതലേ ഞങ്ങളുടെ ശത്രുവാണ്. എൻ്റെ അച്ഛൻ്റെ പുരികം വരെ അടിച്ചു പൊട്ടിച്ച് 3 സൈഡിൽ ഇതുപോലെ മുള്ളുവേലി ആക്കി അതിനകത്തിട്ടതാണ് ഇവന്മാർ. മനസ്സിലായി? ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇതും കണ്ടില്ലേ ചൈന വാളൊക്കെ, ഇതുമൊക്കെ ഇത് ഫുൾ പണ്ട് നല്ല ഒന്നാന്തരം മുള്ളുവേലിയായിരുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പം. എൻ്റെ അച്ഛൻ ഞാനിവിടെ ഏറ്റവും ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതും പിന്നെ കുടുംബമൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ജോലിക്ക് പോയി ഇവരെല്ലാം ഇതാക്കിയതും. എന്നിട്ട് എൻ്റെ അച്ഛൻ റിട്ടയറായി വന്നപ്പം എൻ്റെ അച്ഛനെ ഈ 9 സെൻറ്റിനകത്ത് മുള്ളുവേലിക്കകത്താക്കി ഒത്തിരി ഇതാക്കി ഇവളുമാരും കൂടെ എല്ലാം കൂടെ. ഈ സൽപ്പകവല്ലിന്നും എല്ലാ അവളുമാരും പറയുന്നവളുമാരെല്ലാം കൂടെ. മനസ്സിലായില്ലയോ? നേണ്ട ഇതും ഈ വീട് മാത്രമാക്കി ഫ്രണ്ടിൽ വീടിൻ്റെ 2 സൈഡിലും ഇതുപോലെ അന്ന് മുള്ളുവേലിയാണ് ഇട്ട് ഒത്തിരി പേടാപ്പാട് വരുത്തി. ഇവിടെ കൂടെ പണ്ട് മുള്ളുവേലിയായിരുന്നു. മനസ്സിലായോ? ഇവിടെ കൂടെ പണ്ട് മുള്ളുവേലിയായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ ഞങ്ങൾക്ക് സ്ഥലമില്ലായിരുന്നു. ഇവിടെ മുള്ളുവേലിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വടക്കേ സൈഡിലും ഇവിടെ മുള്ളുവേലിയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വടക്കേ സൈഡിൽ 17 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ വാങ്ങിച്ച 7 സെൻറ്റും പിന്നെ എൻ്റെ അമ്മ വാങ്ങിച്ച 10 സെൻറ്റും. അങ്ങനെ ഇതിനോട് ചേർന്ന് ഇപ്പം 17 സെൻറ്റ് സ്ഥലവും കൂടെ ഉണ്ട് പുറകിൽ. ഇവിടെ കൂടെ മാത്രമേ ഇറങ്ങാനുള്ള സ്ഥലം ഞങ്ങൾക്ക് ഉള്ളായിരുന്നു. അപ്പോൾ ഒത്തിരി പണി ചെയ്ത ഇവന്മാർ. പിന്നെ വാഷ്റൂം ഇവിടെ ആദ്യമേ അവരുടെ പാർട്ടീഷന് മുമ്പ് അവരുടെ ഒരു സ്ഥലത്ത് വാഷ്റൂം പണിഞ്ഞ് എന്നിട്ട് അത് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡായി തിരിച്ചു വന്നപ്പോഴത്തേനും അതെല്ലാം ഇടിച്ചു പൊളിച്ചെല്ലാം നാശമാക്കി നമ്മൾ അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഭയങ്കര നാശം ചെയ്ത ആൾക്കാരാണ്. എൻ്റെ അച്ഛനെ 50ാമത്തെ വയസ്സിലെങ്ങാണ്ട് റിട്ടയറായി വന്നതാണ്. പിന്നുള്ള കാലം ഒരു സ്വൈര്യതയും കൊടുക്കാത്ത അവന്മാരാണ് ഇവന്മാർ. ഇപ്പം ബിജു പി എന്ന് പറയുന്ന വലിയൊരു കൊടിയ ക്രിമിനലും കൂടി ഇവന്മാർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ കല്യാണം കഴിച്ച അവനെ ഇപ്പം നമ്മൾ ഡിവോഴ്സ് ചെയ്തു ഫാമിലി കോടതി വഴി മാവേലിക്കര. ഇതെല്ലാം അന്വേഷിക്കാം. 2019 ജനുവരി 23 ഇവനെ നമ്മൾ ഡിവോഴ്സ് ചെയ്തത്. ഇവൻ ഇങ്ങനെ പുറകിന് ഇവന്മാരും എല്ലാം കൂടെ. അതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അവൻ ബിജുവായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളതിൻ്റെ അവൻ തന്നെ പറയുന്നതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവന്മാരെല്ലാം കൂട്ടായാണ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നതിനെന്നുള്ളതിൻ്റെത്. ഇപ്പം ഇവിടെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണുമായിട്ട് കുറേ അവന്മാർ ഈ പുതിയ ബിൽഡിങ്ങിൽ ഇത് തുമ്പി എന്ന് പറയുന്ന ഈ
നാടകം കളിക്കുന്നവളുടെ ബിൽഡിങ്ങാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദാനന്ദത്തിൽ സോമരാജൻ എന്ന് പറയുന്നവൻ്റെ മകനല്ല, അവൻ്റെ അനിയൻ്റെ മോൻ്റെ ഭാര്യയാണ് ഇവൾ, തുമ്പി വൃന്ദ എന്ന് പറയുന്നവൾ. അവളുടെ അപ്പോൾ അവൾ ഇവിടെ വരും. ഇവളിങ്ങനെ നമ്മളുമായിട്ട് ഇങ്ങനെ നമ്മളാണെന്നുള്ള രീതിയിൽ എന്തുവാ ഇമ്പേഴ്സോണേഷൻ, ആൾമാറാട്ടം നടത്തുകയാണ്. ഇത് ഡൽഹിയിലും എല്ലാം നടന്നത്. എൻ്റെ യൂട്യൂബിനകത്ത് സകല സംഗതികളും ഉണ്ട്. യൂട്യൂബിനകത്ത് ഫുള്ള് ഡൽഹിയിലും ഇതുപോലെ നമ്മളോട് ഒരു പരിചയമില്ലാത്തവർ നമ്മളോട് ഗുസ്തിക്ക് വരുന്നതിൻ്റെയും നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് കിടന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നതിൻ്റെയും എല്ലാം വൃത്തിയായിട്ട് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനോ ഇങ്ങനെ മണിക്കൂറുകൾ നിൽക്കാനോ ഒന്നും ഒരാൾക്കും അധികാരമില്ല. ഇങ്ങനെ വന്ന് നിൽക്കുക, അങ്ങനെ പല 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 രീതിയിലുള്ള ഇതെല്ലാം അങ്ങനെ എന്താ മണിക്കൂറുകൾ ഇങ്ങനെ ദിവസവും നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുക, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസിനെ കുറിച്ചും പിന്നെ കുപ്പിപ്പും ചില്ല് കൊണ്ടിടുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല പല രീതിയിലുള്ള പല പല സ്വഭാവങ്ങൾ കാണിച്ചത്, നമ്മുടെ ജനൽ തുറക്കുന്നത്, പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് PNG അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നിടത്തു നിന്ന് നമ്മളുടെ പാതിരാത്രിക്ക് അയാളുടെ ഓണർ വന്ന് നമ്മുടെ കതകിനടിച്ചതും, പിന്നെ അവൻ നമ്മുടെ മീറ്റർ തല്ലി പൊട്ടിക്കുന്നതും സൗണ്ടും, അങ്ങനെ കതകിനടിച്ച് വിളിക്കുന്നതും 2 മണി രാത്രി പാതിരാത്രിക്ക്, ഇങ്ങനെ നിരന്തരം ശല്യങ്ങളുടെ സകല സംഗതികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 2018 മുതൽ തുടങ്ങിയതാണ് അങ്ങനെ പല ഭീഷണികൾ ഉള്ളത്. ഇങ്ങനെ പലതും നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ഇവന്മാരുടെ ഇവിടെ വരുന്നവന്മാരുടെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഫോണിനകത്തിരിക്കുക, നമുക്കെതിരെ ഈ എന്താ ലേസർ നമ്മുടെ മുഖത്തോട്ട് അടിക്കുക, പല പല ഇതാണ്. അതുപോലെ നമ്മുടെ ഈ കിഡ്നിയിലോട്ട് ഇങ്ങനെ ലേസർ അടിച്ചിട്ട് അത് കുറച്ച് നേരം ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ വരുത്തുക, നമ്മുടെ ഫേസ് ഇങ്ങനെ വലിയ എന്തുവാ ഭയങ്കര വീർത്തിരിക്കുന്ന പോലെ ആക്കുക. അതൊക്കെ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഞാനതെല്ലാം ഒത്തിരിയും പ്രാവശ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. എങ്ങനെയാണ് ഇത് നമ്മുടെ വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലോട്ട് വാട്ടറെല്ലാം ഈ സെൽസിൻ്റെ ചുറ്റിനും വന്ന് നമ്മുടെ മുഖം വീർക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവർ നമ്മളെ വണ്ണം വെപ്പിക്കുന്നത്. പിന്നെ ബ്ലോട്ടിംഗ് ഗ്യാസ് ഉപയോഗിച്ച് വണ്ണം വെപ്പിക്കുന്നത്, തൈറോയ്ഡ് ഈ സോണിക് സൗണ്ട് അടിച്ചിട്ട് ഇതാക്കുന്നത്, പിന്നെ നമ്മുടെ ചെവി പൊട്ടിക്കാൻ നോക്കുക, നമ്മുടെ ഇടത് കാലയിലെ മുട്ട് നശിപ്പിക്കാൻ നോക്കുക, അങ്ങനെ പല 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 രീതിയിലുള്ള എന്താ പറയുന്നത് പല രീതിയിലുള്ള ശല്യങ്ങളാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.